ജീവകാലം മുഴുവൻ ഐശ്വര്യം നൽകുന്ന നിക്ഷേപരഹസ്യങ്ങൾ. നമസ്കാരം. ചാണക്യൻ പണ്ടു പറഞ്ഞൊരു വാക്കുണ്ട്, സമ്പത്തില്ലാത്തവൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചവന് തുല്യനാണ്. ദാരിദ്ര്യമെന്നത് ഒരു വിധിയല്ല, മറിച്ച് പലപ്പോഴും നമ്മളെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളുടെ ഫലമാണ്. പണം നിങ്ങളെ സന്തോഷിപ്പിക്കില്ല എന്ന് ചിലർ പറയും, പക്ഷെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ പണം ആവശ്യമാണ്. പണം നിങ്ങൾക്കായി പണിയെടുക്കണോ, അതോ നിങ്ങൾ പണത്തിനായി മരണം വരെ ഓടണോ? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പണത്തിന്റെ അനിവാര്യത, എന്തുകൊണ്ട് നിക്ഷേപിക്കണം? നമ്മുടെ പൂർവികർ പറയും, സമ്പൽക്കാലത്ത് തൈ 10 വെച്ചാൽ ആപൽക്കാലത്ത് കാ 10 തിന്നാം. ജീവിതമൊരു കടലാണ്. ഇന്ന് ശാന്തമായിരിക്കുന്ന കടൽ നാളെ ക്ഷോഭിച്ചേക്കാം. വിലക്കയറ്റം അഥവാ ഇൻഫ്ലേഷൻ എന്ന നിശബ്ദ ശത്രു നിങ്ങളുടെ പണത്തിന്റെ മൂല്യം ഓരോ ദിവസവും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ മാറ്റിവെക്കുന്ന 100 രൂപ 10 വർഷം കഴിഞ്ഞാൽ അതേ മൂല്യം നൽകില്ല. അതുകൊണ്ട് പണം വെറുതെ സൂക്ഷിച്ചാൽ പോരാ, അത് വളരണം. ഇന്നത്തെ നിങ്ങളുടെ അച്ചടക്കം മാത്രമാണ് നാളത്തെ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷ. ധനികനാകാനുള്ള 5 മഹാസൂത്രവാക്യങ്ങൾ. ധനികനാകാൻ ലോട്ടറി അടിക്കണമെന്നോ വലിയ ബിസിനസ് വേണമെന്നോ ഇല്ല. ഈ 5 തത്വങ്ങൾ പാലിച്ചാൽ മതി. ആദ്യം നിക്ഷേപം, പിന്നെ ചിലവ്. ശമ്പളം വന്നാൽ ആദ്യം നിക്ഷേപിക്കാനുള്ള വിഹിതം മാറ്റിവെക്കുക. ബാക്കിയുള്ള പണം കൊണ്ട് മാത്രം ജീവിതം പ്ലാൻ ചെയ്യുക. പണക്കെരുപ്പത്തെ തോൽപ്പിക്കുക. സേവിങ്സ് അക്കൗണ്ടിലെ പലിശയേക്കാൾ വേഗത്തിൽ വളരുന്ന ഇടങ്ങളിൽ നിക്ഷേപിക്കുക. ഉദാഹരണത്തിന് ഓഹരി വിപണി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്. അച്ചടക്കമുള്ള തുടർച്ച. പണം എത്ര കുറവായാലും എല്ലാ മാസവും നിക്ഷേപിക്കുക. തുള്ളി പെയ്താൽ വെള്ളപ്പൊക്കമെന്നാണല്ലോ. കടക്കെണി ഒഴിവാക്കുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആഡംബര വസ്തുക്കൾ കടം വാങ്ങരുത്. കടം വാങ്ങുന്നവൻ കടക്കാരന്റെ അടിമയാണ്. സാമ്പത്തിക സാക്ഷരത. പണത്തെക്കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തുക. ഏറ്റവും വലിയ നിക്ഷേപം സ്വന്തം അറിവിലാണ്. കോമ്പൗണ്ടിങ്ങിന്റെ മാന്ത്രികത, ദ മാജിക് ഓഫ് കോമ്പൗണ്ടിംഗ്. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ കോമ്പൗണ്ടിങ്ങിനെ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമെന്നാണ് വിളിച്ചത്. എന്താണീ മാന്ത്രികത? നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് ലാഭം ലഭിക്കുന്നു, ആ ലാഭത്തിന് വീണ്ടും ലാഭം ലഭിക്കുന്നു. ഒരു ചെറിയ വിത്ത് വളർന്ന് വലിയ മരമാകുന്നത് പോലെ നിങ്ങളുടെ ചെറിയ നിക്ഷേപം കാലക്രമേണ ഒരു വലിയ സാമ്രാജ്യമായി മാറും. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പണം നിങ്ങൾക്കായി അധ്വാനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. സമയമാണ് നിക്ഷേപത്തിലെ ഏറ്റവും വലിയ മൂലധനം. എത്ര നേരത്തെ തുടങ്ങുന്നുവോ അത്രയും വലിയ ലാഭം നിങ്ങൾക്കുണ്ടാകും. നിക്ഷേപമാർഗങ്ങൾ, ലളിതം മുതൽ ആധുനികം വരെ. എവിടെ തുടങ്ങണമെന്ന് സംശയമുണ്ടോ? തുടക്കക്കാർക്ക് സ്വർണം, ബാങ്ക് RD അല്ലെങ്കിൽ സുരക്ഷിതമായ പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ. കുറച്ചുകൂടി വളരാൻ മ്യൂച്വൽ ഫണ്ടുകൾ, SIP. ഇത് സാധാരണക്കാർക്ക് വലിയ ലാഭമുണ്ടാക്കാൻ പറ്റിയ വഴിയാണ്. വിദഗ്ധർക്ക് ഓഹരി വിപണി, ETF, ഇൻഡെക്സ് ഫണ്ടുകൾ. ഇവയെല്ലാം തലമുറകൾക്ക് കൈമാറാവുന്ന സ്വത്ത് കെട്ടിപ്പടുക്കാനുള്ള കലയാണ്. പക്ഷെ ഓർക്കുക, ഒരു വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ്. ഉപസംഹാരം: ഇന്ന് തന്നെ തുടങ്ങും. വിത്തുഗുണം 10 ഗുണമെന്നാണ് പ്രമാണം. ദാരിദ്ര്യം നിങ്ങളുടെ ശാപമാകരുത്, സമൃദ്ധി നിങ്ങളുടെ ലക്ഷ്യമാകട്ടെ. നാളെയാകട്ടെ എന്ന് കരുതി മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും നിങ്ങളൊരു വലിയ അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങളുടെ കുട്ടികൾക്കും വരും തലമുറയ്ക്കും വേണ്ടി ഒരു സാമ്പത്തിക തണലൊരുക്കാൻ ഇന്നത്തെ നിങ്ങളുടെ ഈ തീരുമാനം സഹായിക്കും. ഈ നിമിഷം മുതൽ ഒരു പുതിയ നിക്ഷേപ സംസ്കാരം തുടങ്ങാം. സമൃദ്ധമായൊരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. നന്ദി.